ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ മണങ്ങൂസിൻ്റെ കൂടെ ഞാൻ കൂടെ പോവാന്ന്. യവനെ പറഞ്ഞു വിട്ടപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു യവൻ കുളം തോണ്ടിയിട്ടേ വരുള്ളൂ എന്ന്. അത് കൊള്ളാം. കിഡ്നാപ്പർ വരാത്തത് എന്റെ കുഴപ്പമാണ്. ആ ചൂടത്ത് തിളക്കുന്ന മണലിൽ നിന്ന് എന്റെ കൊരവള്ളി വരെ കത്തിപ്പോയി. കാശ് കിട്ടാത്തോണ്ട് ഇനി അവ ഇവിടെ വിളിക്കും. അപ്പൊ ഫോൺ എന്റെ കയ്യിൽ തന്നാ മതി. ഞാൻ ചോദിക്കാം ആ ചെറ്റയോട്, ആരുടെ അമ്മയെ കെട്ടിക്കാൻ എവിടെ പോയി കിടക്കായിരുന്നെന്ന്. ഈ പെട്ടിയിലിരുന്ന പണം എവിടെ? അയ്യോ, ഇത് വെറും കല്ലല്ലേ, ഇതിനകത്തിരുന്ന പണം എവിടെയാണ്? ഞാൻ നിന്നോട് ചോദിച്ചത്. പെട്ടി പണം എനിക്കൊന്നും അറിഞ്ഞൂടാ. പെട്ടി എന്റെ കയ്യിൽ തന്നതുപോലെ തന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവന്ന്. ഇതൊന്നും മറുമായോ? ഇതിൽ ഇയാൾക്ക് കൈയുണ്ട്. കൈ മാത്രമല്ല, രണ്ട് കാലും തലയും കൂടെ ഉണ്ട്. യവൻ അച്ചായനോട് കാശ് കടം ചോദിച്ചു. അച്ചായ കൈ വളർത്തി കാണിച്ചു. യവന്റെ കൂടെ പുറത്തുപോയി ഇവിടുത്തെ കുട്ടിക്ക് കൊക്കോ കോള ഉണ്ടാക്കാൻ യവൻ പോയപ്പോ പെണ്ണിനെ ആരോ തട്ടിക്കൊണ്ടുപോയി. അവിടെയാണ് തട്ടിപ്പിന്റെ തുടക്കം. ആ തട്ടിപ്പ് പോരാഞ്ഞിട്ട് തട്ടിക്കൊണ്ടു പോയവന് യവൻ തന്നെ പെട്ടിയും പണവും കൊണ്ട് അവന്റെ വായി വെച്ച് കൊടുത്താലേ കുട്ടിയെ വിടുന്നു നിർബന്ധം. തട്ടിപ്പ് നമ്പർ 2. തട്ടിപ്പുകാരൻ പെട്ടി വാങ്ങാൻ വന്നില്ലെന്നും പറഞ്ഞ് പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ആ പെട്ടിയും കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്ന തട്ടിപ്പ് നമ്പർ 3. എന്നിട്ട് ഇപ്പൊ പെട്ടി തുറന്നു നോക്കിയപ്പോൾ കെട്ടി കൊടുത്തു വിട്ട കാശിന് പകരം മണ്ണാങ്കട്ടയും കരിയിലയും. ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ തട്ടിപ്പിൽ എവനും പങ്കുണ്ടെന്നല്ലേ? അച്ഛാ പോലീസിനെ വിളി. സത്യം പറഞ്ഞു, ആ പണം അവിടെ പോയി. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. പോയില്ലെങ്കിൽ അറബി പോലീസ് നിന്നെ കുനിച്ച് നിർത്തി ഇടിച്ച് നിന്റെ ബോധം കളഞ്ഞോളൂ. ചാച്ചൻ പോലീസിനെ വിളിക്കും. എന്നാ ഞാൻ വിളിക്കാം. അത് ശരി. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? ഇല്ല. മുതലാളിക്കോ? എങ്ങനെ വിശ്വസിക്കും? ശരി, എങ്ങനെ വിശ്വസിക്കും? എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. ഈ പെട്ടിക്കകത്തിരുന്ന കാശുണ്ടല്ലോ, എല്ലാം കൂടെ ഞാൻ എടുത്തങ്ങ് പുഴുകി തിന്ന് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്യും. സീരിയസ് ആയിട്ടാ? എന്നാ ഈ അബുദാബി പോന്ന വഴി രാസ്ത രാസ്ത आधा तारीख ज़रूरत لا 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 आधा तारीख ज़रूरत है आधा 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 لا 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 അബുദാബി അബുദാബി मुश्किल आधा तारीख ज़रूरत है सबूत मुश्किल मुश्किल لا 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 ചുമ്മാ അല്ലടാ നീയൊക്കെ ഒട്ടാകാരന്മാരായത്. അവന്മാര് പറഞ്ഞ പോലെ മനസ്സിലായ എന്താ? നേരെ പോയാ മതിയെന്ന്. നേരെ പോയാ എങ്ങോട്ട് പോകും? നരകത്തില്ല. അവന്മാര് തമ്മി പറയുന്ന അവന്മാർക്ക് തന്നെ മനസ്സിലാവുന്നില്ല, പിന്നല്ലേ എനിക്ക്? നീ പോയി ചോദിച്ചു നോക്ക്. 1.5 മണിക്കൂർ ഞാൻ അവന്മാരുടെ മുമ്പ് കിടന്ന് കഥകളി കാണിച്ചിട്ടാ ഞാൻ ചോദിക്കുന്ന വെള്ളമാണെന്ന് അവന്മാർക്ക് മനസ്സിലായി. നീ വണ്ടി കയറി. അറിയിപ്പ്. മലയാളി പെൺകുട്ടിയെ 2 ദിവസമായി കാണാനില്ല. വെളുത്ത നിറം, 5 അടി 4 ഇഞ്ച് തൂക്കം, റെഡ് സ്കേർട്ടും ബ്ലാക്ക് കളർ ടോപ്പും ധരിച്ച പെൺകുട്ടിയാണ് കാണാതായിരിക്കുന്നത്. കണ്ടുമുട്ടുന്നവർ 508185 എന്ന നമ്പറിലോ അടുത്ത പോലീസ് സ്റ്റേഷനിലോ അറിയിക്കുക. നമ്പർ കൂടി പറയാം. ഇപ്പോഴല്ലേ അവളെങ്ങനെ ഡിക്കിക്കകത്തൊന്നും മനസ്സിലായത്? നമ്മളെ ഇടിച്ചതുപോലെ ആ തല തെറിച്ചവള് വല്ലരെ ഇടിച്ചാണ്. അവന്മാര് ചുരുട്ടിക്കുട്ടി എടുത്ത് ഡിക്കിയിൽ ഇട്ടതാവും. നീ വണ്ടി തിരിച്ചുവിട്. അവൾ അവിടെ കിടന്ന ആഹാരവും വെള്ളവും കിട്ടാതെ ചത്തുപോകും. ചാവട്ടെ ശവം. ഇവിടെ നീ വണ്ടി തിരിക്കേ. അവള് പേടിച്ചിട്ടാവും നമ്മളെ ഇടിച്ച്. നമുക്ക് അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി വല്ല പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവിടാം. വേണ്ടാത്ത പണിയാണ്. മഹാപാപം കിട്ടൂടാ. വണ്ടി തിരിക്കേ. മധവ സൂക്ഷിച്ചോണേ, അവള് പതുങ്ങിയിരുന്ന് തലക്കടിക്കും. ചത്ത. നീ അവളുടെ നട്ടലിനിട്ടാ ചവിട്ടിയത്. ഏയ് പഴുതാരയുടെ ജാതിയാ, അങ്ങനെയൊന്നും വേഗം ചാവൂല. കൊച്ചേ, ഞങ്ങൾക്കൊരബദ്ധം പറ്റിയത്. വഴിയിലൊരു കാർ ആരുമില്ലാതെ കിടക്കുന്ന കണ്ടപ്പോൾ അതെടുത്ത് ഓടിച്ചു പോയി. അതിൻ്റെ ഡിക്കിയിൽ കൊച്ചുള്ള കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. കൊച്ചിനെ തട്ടിക്കൊണ്ടുവന്നതാണല്ലേ? സാരമില്ല, ഞങ്ങൾ കൊണ്ടുപോയി പൊന്നുപോലെ പോലീസിനെ ഏൽപ്പിക്കാം.
പക്ഷെ കൊച്ചു അവരോട് പറയണം, ഞങ്ങൾക്ക് ഇതില് യാതൊരു പങ്കുമില്ല. എനിക്കെങ്ങനെ അറിയാം നിങ്ങളല്ലേ എന്നെ തട്ടിക്കൊണ്ട് പോയതെന്ന്? ഞങ്ങളെ കണ്ടറിഞ്ഞൂടെ? നീ പോടാ കാറുകളാ. നിന്റെ മോന്ത കണ്ടാലറിയാം നീ ഒരു പരമനാറിയാന്ന്. ഇവളാള് വിചാരിച്ചവല്ല, നല്ല മിടുക്കിയാണ്. എന്തോന്നു? നിന്റെ ലക്ഷണം കണ്ടപ്പോഴേ അവക്ക് ആളെ പിടികിട്ടി. അതുകൊണ്ട് നീ അധികം സംസാരിക്കണ്ട. ആരും സംസാരിക്കണ്ട. എന്നെ തട്ടിക്കൊണ്ട് പോയവർക്ക് മുഖംമൂടി ഉണ്ടായിരുന്നു. തടിയും പൊക്കമൊക്കെ നിങ്ങളുടെ അത്രയും തന്നെ ഉണ്ട്. അയ്യോ, അങ്ങനെയാണെങ്കിൽ കൊച്ചിനോട് ഞങ്ങൾ സൗഹൃദം കാട്ടുമോ? എന്ത് സൗഹൃദം? എന്നെ ഇവിടെ ഇവിടെയൊക്കെ ഇട്ടിടിച്ചില്ലേ? അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടിയതിന്റെ പേരെന്തോന്ന്? ചക്കരമെന്നാ? ഒട്ടാ തലയാ. കൊച്ചു പറ, ഞങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശ് തന്നിട്ട് പോയിക്കും. ഞാൻ വീട്ടിൽ പോയിക്കോളാം. ഏത് കാശ്? ഏത് കാശാ? കാറിൽ പെട്ടിയിലിരുന്ന കാശ്. കാറിലെ പെട്ടിയും കിടക്കൊന്നും ഇല്ലായിരുന്നു. ആഹാ, വേല അങ്ങ് കയ്യിൽ വെച്ചാ മതി. എന്റെ അടുത്ത് എടുക്കണ്ട കേട്ടോ. മര്യാദയ്ക്ക് കാശെടുത്തോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിൽ പറയും. ഇവിടെ കിഡ്നാപ്പിന്റെ മിനിമം ശിക്ഷ തൂക്കിക്കൊലയാ. പെണ്ണുങ്ങൾ പറഞ്ഞ അക്ഷരം പ്രതി വിശ്വസിക്കും. എന്തൊരു കുരിശാടാ ഇത്? നീ ഇങ്ങോട്ട് വന്നേ. ഇവളെ യേശുക്രിസ്തു തങ്ങിയനെക്കാട്ടിയും വലിയ കുരിശാ. ഇവളെ ഇവിടെ ഇട്ട് പൂട്ടിയിട്ട് സ്ഥലം വിട്ട് കഴിഞ്ഞാൽ പോലീസ് വന്ന് തപ്പിപ്പിടിക്കുന്നതിനെക്കാട്ടി മുമ്പ് നാട് വിടാം. നാട് വിട്ടിട്ട് എവിടെയെങ്കിലും പോയി പിച്ചെടുത്താലും സാരമില്ല. എടാ, പെണ്ണ് കേസിൽ നമ്മളെ ഇവിടെ തൂക്കി കൊന്നെന്നറിഞ്ഞ എന്റെയും നിന്റെയും കുടുംബം നാണക്കേടുകൊണ്ട് ഒരൊറ്റ കയറി തൂങ്ങിച്ചാവും. തലമരവിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടാന്ന്. ഇപ്പൊ എന്ത് ചെയ്യും? ഞാൻ ചെയ്യാം. ഓടിക്കോ! നീ ഏങ്ങണ? കഷ്ടകാലം ഇങ്ങനെയൊക്കെ അങ്ങ് പോയെന്ന് വിചാരിച്ചാ മതി. നീ കരയണ്ട. ആര് കൊരഞ്ഞ്? എന്താ? നീ എന്താ കണ്ണുരുട്ടി ഉമ്മാക്കി കാണിക്കുന്നത്? ഉമ്മാക്കിയെ തിരിഞ്ഞു നോക്കണ പട്ടി. നീ വണ്ടി നിർത്തണം. നീ വണ്ടി നിർത്ത്. വണ്ടി നിർത്തണം. ഇവിടെ എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം. ഈ കോടാലി നമ്മളെ കൊന്നു കുഴിച്ചു മൂടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. ഇങ്ങോട്ട് ഇറങ്ങി. ഇങ്ങോട്ട് ഇറങ്ങാൻ. നോക്കി നിൽക്കാതെ പിടിച്ചിറങ്ങാം. ഇങ്ങോട്ട് ഇറങ്ങാൻ. നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ട്. ഇങ്ങോട്ട് പറഞ്ഞു. ഇങ്ങോട്ട് പോകാൻ. അയ്യേ, കാരണത്തോട്ട് കയറുന്നു. നീ ആണുങ്ങളുടെ മുഖത്ത് തുപ്പല്ലേ? നിന്നെ കൊണ്ട് തുപ്പിക്കാതെ ഞാൻ. നിന്നെ നീ വലിച്ചു കീറും. ആണുങ്ങളുടെ മുഖത്ത് തുപ്പി അച്ച് മണ്ണ് വാരിയിടൂല്ലോടി. കണ്ട് രസിച്ചു നിൽക്കാതെ പിടിച്ച് മാറ്റാവളെ. അകത്തോട്ടല്ല, പുറത്തോട്ട്. എന്റെ പാവടങ്ങി താട പട്ടി. പോക്കൃതന്നെ കാണിക്കുക. നീ എന്തിനാ ഇവിടെ പാവാട വലിച്ചൂടുക? സോറി. അയ്യോ, ഇത് മുഴുവൻ കീറിപ്പോയി. ഇനി ഇത് ഉടുക്കാൻ പറ്റൂല. എന്റെ പാൻസ് വേണമെങ്കിൽ ഞാൻ ഊരിത്തരാം. മതിയാ? വേണ്ട, ഞാൻ ഇതിനകത്ത് തന്നെ ഇരുന്നോളാം. ഏതെങ്കിലും ഒരു വണ്ടി ആള് വരുന്നവരെ. അത് വന്നു കഴിയുമ്പോ തുണിയില്ലാതെ ഞാൻ ഈ റോഡിൽ ഇറങ്ങി നിന്ന് നിലവിളിക്കും. നീയൊക്കെ കൂടെ എന്നെ റേപ്പ് ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞു. തട്ടിക്കൊണ്ട് പോലും റേപ്പും ഒക്കെ കൂടി ആവുമ്പോ രണ്ടെണ്ണത്തിന് ചാവുന്ന വരെ ജയിലിൽ കിടന്ന് ഉണ്ടതിനാ. അയ്യോ അയ്യോ, ഞാൻ കണ്ടില്ല. അല്ല, അയ്യോ, ഇത്ര ക്രൂരമായിട്ട് ഞങ്ങളോട് പെരുമാറരുത്. ഈ കൊച്ചു പറയുന്ന എന്തും ഞങ്ങൾ അനുസരിക്കാം. എന്നാ ഡിക്കി എന്റെ ബാഗ് എടുത്തു. ഒന്നങ്ങോട്ട്
ഇങ്ങോട്ട് തിരിഞ്ഞെന്നെ. എടേ എന്റെ കഴുത്തിന്റെ പുറത്ത് മേൽ തലയുണ്ട്. ഹോ, ഞാൻ വിചാരിച്ച ചവിട്ടോടെ തല തെറിച്ചു പോയി. കുറച്ചു നേരത്തേക്ക് ഒന്നും കണ്ടില്ല. വാ. പിടിച്ചേ. കൈ വേണ്ട, ഈ കൈ പിടി. അവള് സുഖമായിട്ട് ഇരിപ്പുണ്ടല്ലോ. പോവാം. ഇവളോടെ പോകുന്നതിനെക്കാട്ടി നല്ലത് തീവണ്ടിക്ക് തല വെക്കുന്ന. എന്നാ ചവിട്ടാടാ ചവിട്ടിയത്. ഒരു വഴിയുണ്ട്. നീ വണ്ടി സ്റ്റാർട്ടാക്ക്. എന്നിട്ട് ഇടയ്ക്ക് വണ്ടി നിർത്തിയിട്ട് സ്റ്റാർട്ട് ആവുന്നില്ലെന്ന് പറയണം. അപ്പൊ ഞാൻ അവളും കൂടെ ഇറങ്ങി തള്ളും. വാ പോവാം. അപ്പൊ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നീ അങ്ങ് വിട്ടു പോണം. ഞാൻ ഓടിക്കറിക്കോളാം. ഇതൊക്കെ നടക്കൂടെ? ശ്രമിച്ചൂടെ? വാ.